ഘടകകക്ഷികളും ഇവിടെ സജീവമായി അവരോട് സഹകരിച്ചു. അതിൽ പൂർണ്ണ വിജയമൊന്നുമില്ല, അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം നേടാൻ UDF സാധിച്ചു. ഇന്ന് സത്യപ്രതിജ്ഞ അടുത്ത ദിവസമാണ്, തിങ്കളാഴ്ച കൊണ്ടുവന്ന് കേട്ടു. ഇന്ന് മിസ്റ്റർ സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് നല്ല രീതിയിൽ സാമൂഹ്യ നീതിക്ക് അധിഷ്ഠിതമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലാസ്റ്റ് നിമിഷം വരെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. 3 പേരുകളിലും ഡിസ്കഷനിലുണ്ടായിരുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷയും ഒടുവിൽ KC തന്നെ വരുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷെ അവസാനമാണ് വീണ്ടും തിരിഞ്ഞു വന്ന് VD സതീശനിലേക്ക് എത്തുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ സങ്കടമുണ്ട്, നിരാശയുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു കേൾക്കുന്നു. ഇപ്പോൾ KC മോശക്കാരനല്ല. ഇത്തവണത്തെ വിജയത്തിന്, അതിൻ്റെ വിജയത്തിൻ്റെ ഒരു രാജശില്പി വേണുഗോപാൽ തന്നെയായിരുന്നു. കാരണം ആളുകൊണ്ടും അർത്ഥം കൊണ്ടും നയവും നയരൂപീകരണവും തന്ത്രങ്ങളിലെല്ലാം വളരെ സ്വാധീനം ചെലുത്താനുള്ള തെരഞ്ഞെടുപ്പിൽ മിസ്റ്റർ വേണുഗോപാലിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം MP ആയിരുന്നു. MP ആയ ആളിങ്ങനെ ഒരു മത്സര രംഗത്ത് ആഗ്രഹിക്കുന്നുവെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാൽ തന്നെയും അദ്ദേഹം വളരെ കാര്യമായിട്ടും ആത്മാർത്ഥമായിട്ടും സമ്പത്ത് കൊണ്ടായാലും ബുദ്ധി കൊണ്ടായാലും ഈ പ്രവർത്തനത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാന ശില്പി മിസ്റ്റർ വേണുഗോപാലാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ 5 കൊല്ലം പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭരണപക്ഷത്തെ വിമർശിച്ച് കേരളത്തിലെ ജനങ്ങളെ കയ്യിലെടുക്കുവാൻ ഇന്ന് മിസ്റ്റർ സതീശന് സാധിച്ചു എന്നുള്ളത് ചെറുതായും കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഹരിപ്പാട് MLA ചെന്നിത്തല, അദ്ദേഹം വളരെ ആഗ്രഹത്തിലും പ്രത്യേകിച്ച് ഒരുപാട് കാലങ്ങൾ ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ പലപ്പോഴും കപ്പലും ചുണ്ടിയും ഇടയിൽ വെച്ച് തട്ടിപ്പോയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഈ സ്ഥാനം കിട്ടും. സീനിയറായതുകൊണ്ടും പ്രവർത്തന പാരമ്പര്യം, ഭരണപരിചയമുള്ള ഒരാളെന്ന അദ്ദേഹത്തിന് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹത്തിന് നിരാശയുണ്ട്. അദ്ദേഹം ഈ ഭരണത്തിൽ പങ്കുചേരുന്നില്ല എന്ന് പറഞ്ഞതായിട്ട് ഒരു TV കണ്ടു. എന്തുമാകട്ടെ, അദ്ദേഹത്തിൻ്റെയും കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് നല്ലപോലെ ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.